ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദാനത്തിലും സത്യത്തെ സ്വീകരിക്കാത്ത ലോകത്ത് സാക്ഷ്യം വഹിക്കാൻ ആവശ്യമായ ധൈര്യത്തിലുമാണ് ഇന്നത്തെ വായനകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26 മുതൽ 16-ാം അധ്യായം 4 വരെയുള്ള വാക്കുകളിൽ, പിതാവിന്റെ അടുക്കിൽ നിന്ന് ഞാൻ അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. നിങ്ങളും സാക്ഷ്യം നൽകണം, കാരണം നിങ്ങൾ തുടക്കം മുതൽ എന്നോട് കൂടെ ഉള്ളവരാണ്. ഈ ഭാഗത്ത് യേശു പാരക്ലൈറ്റായി പരിചയപ്പെടുത്തുന്നു. പാരക്ലൈറ്റോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം മറ്റൊരാളുടെ ചാരെ നിൽക്കാൻ വിളിക്കപ്പെട്ടവൻ എന്നാണ്. തന്റെ വേർപാട് ശിഷ്യന്മാരെ തളർത്തുമെന്ന് യേശുവിനറിയാം. പരിശുദ്ധാത്മാവിനെ വെറും ഒരു സ്വാധീനമായല്ല, മറിച്ചു യേശു ആരാണെന്ന സത്യത്തിന് സാക്ഷ്യം നൽകുന്ന ഒരു ആത്മീയ സംരക്ഷകനായിട്ടാണ് അവൻ വാഗ്ദാനം ചെയ്യുന്നത്. ഇത് ഒന്നിച്ച് സാക്ഷ്യം വഹിക്കാനുള്ള വിളിയായിട്ടാണ് യേശുവിന്റെ വാക്കുകളിൽ നാം കാണേണ്ടത്. ഇവിടെ മനോഹരമായ ഒരു പൊരുത്തമുണ്ട്. ആത്മാവ് സാക്ഷ്യം നൽകുന്നു, നിങ്ങളും സാക്ഷ്യം നൽകണം എന്ന്. ക്രിസ്തീയ സാക്ഷ്യം ഒരിക്കലും ഒരൊറ്റയാൾ പ്രകടനമല്ല, അത് പരിശുദ്ധാത്മാവുമായുള്ള പങ്കാളിത്തമാണ്. നമ്മൾ ശബ്ദവും കരങ്ങളും സാന്നിധ്യവും നൽകുമ്പോൾ പരിശുദ്ധാത്മാവ് ബോധ്യവും ഹൃദയ തുറവിയും നൽകുന്നു. ഭാവിയിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ കുറിച്ച് യേശു വളരെ വ്യക്തമായി ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് വീണു പോകാതിരിക്കാനാണ് താൻ ഇത് പറയുന്നതെന്ന് യേശു വ്യക്തമാക്കുന്നു. സമ്മർദ്ദങ്ങൾക്കിടയിലെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. സത്യം എന്നത് ഒരാശയമല്ല, മറിച്ച് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിനെ അനുഗമിക്കുക എന്നത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതമല്ല, മറിച്ച് ആധികാരികതയുള്ള ജീവിതമാണെന്ന് അവൻ ഉറപ്പു നൽകുന്നു.